പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. PFI സംസ്ഥാന സെക്രട്ടറി CA റാഫ് അടക്കം 4 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയിരിക്കുന്നത്. കൊച്ചി NIA പ്രത്യേക കോടതിയുടേതാണ് നടപടി. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ ഗൂഢാലോചനയിലടക്കം നേരിട്ട് പങ്കുള്ള പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് NIA വ്യക്തമാക്കി. വിവരങ്ങളുമായി ജിജീഷ് ചേരുകയാണ്. ജിജീഷ്, പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ. ആതിര, പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി CA റാഫ്, ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം യഹിയ കോയ തങ്ങൾ, മുഹമ്മദ് റിസ്വാൻ, ഒപ്പം അഷ്ഫാഖ്, അബ്ദുൽ കബീർ എന്നിവരുടെ ജാമ്യ ഹർജികളാണ് കോടതി തള്ളിയിരിക്കുന്നത്. ഇവർക്ക് ജാമ്യം നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NIA മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചു. പ്രധാനമായും പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ ഗൂഢാലോചനയിലടക്കം ഇവർ പ്രതികളാണ്. റൌഫ് അടക്കമുള്ള ആളുകൾ പ്രതികളാണ്. മാത്രമല്ല, ഇവർക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ട്. ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് ഈ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ, CA റാഫ് അടക്കമുള്ള ആളുകൾക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അവർ സാക്ഷികളെ സ്വാധീനിക്കാനും അപായപ്പെടുത്താനും അടക്കമുള്ള സാധ്യതകൾ ഉണ്ട് എന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന വാദമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ വാദിച്ചത്. പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി CA റാഫ് അടക്കമുള്ള നേതാക്കളുടെ ജാമ്യ ഹർജികൾ നൽകിയത്. നേരത്തെ തന്നെ വാദത്തിനിടയിൽ പോപ്പുലർ ഫ്രണ്ട് മതഭീകരവാദ ഗ്രൂപ്പുകളുടെ നേതാക്കൾക്ക് വിവിധ കേസുകളുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ മറ്റു നിരവധി പ്രവർത്തനങ്ങളിലും, അതായത് എതിർ രാഷ്ട്രീയ സംഘടനകളിലുള്ളവരെയും എതിർചേരികളിലുള്ളവരെയും അപായപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചനകളടക്കം ഈ പ്രതികൾ നടത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി കൊലപാതക ഗൂഢാലോചനകളിൽ പങ്കാളികളായിട്ടുണ്ട് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആളുകൾ. ഒരേ സമയം തന്നെ നിരോധിത ഭീകര സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി എന്നതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ആളുകളുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ട്, ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് കൊലപാതകങ്ങൾ അടക്കം നടത്തുന്ന ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകിയതും ഈ നേതാക്കൾ എന്ന കാര്യം NIA ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം അറിയിച്ച അനുസരിച്ചാണ് ഇവർക്ക് ജാമ്യം നിഷേധിച്ചത്. NIAക്ക് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ശാസ്തമംഗലം അജിത് കുമാറും ഒപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീനാഥുമാണ് ഹാജരായത്. NIAയുടെ വാദങ്ങൾ പൂർണ്ണമായും തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷകൾ തള്ളിയിരിക്കുന്നത്. ആതിര, ശരി. പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ കേസിലാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.